ഡി എ സംബന്ധിച്ച് ഉത്തരവിറങ്ങി. ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഡി എയിലേക്ക് വരാം. പെൻഷൻ പറ്റിയിട്ടുള്ള കണ്ണൂരിലെ ഒരാൾ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന് സംഭാഷണം കേട്ടാൽ തന്നെ അറിയാം, അദ്ദേഹം ഇതിൻ്റെ പൊളിറ്റിക്സൊക്കെ വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിന് മനസ്സിലാവും. ഭാഷ തന്നെ വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ്. ഞാൻ പറയുന്ന കേൾക്കൂ എന്നൊക്കെ പറയുന്ന ഒരു ലൈനാണ്. ഞാനപ്പോൾ കർശനമായി പറഞ്ഞു, ഞാൻ പറയുന്ന അദ്ദേഹം കേൾക്കൂ, നിങ്ങൾ പറയണ്ട എന്നുള്ള നിലയിൽ. കാരണം ഒരു വല്ലാത്ത ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, 2021 ശമ്പള പരിഷ്കരണം നടത്തിയപ്പോൾ 2 DR കൊടുത്തിട്ടില്ലല്ലോ. അതിന് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തു. അതെന്തിന് വീഡിയോ ചെയ്തു? ഡി എയുടെ ഉത്തരവിറങ്ങുമ്പോൾ എല്ലാം നിങ്ങൾ കണ്ടോണം. ആരോ ഏതോ യൂണിയൻ നേതാക്കൾ പറഞ്ഞു കൊടുത്താണ്, സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ നേതാക്കൾ പറഞ്ഞു കൊടുത്താണ്. അടിമകളായിട്ട് നടക്കുന്ന കുറേ നേതാക്കളുണ്ടല്ലോ, അവർ പറഞ്ഞു കൊടുത്തതാണ്. എന്നെ വിളിച്ച് അവർ വിളിക്കുന്നവരെ ഇദ്ദേഹത്തിൻ്റെ വിളിപ്പിച്ചു. ഞാനത് ശരിയെന്ന് പറഞ്ഞു. അത് താങ്കൾക്ക് 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്തുകൂടെ? ബാലഗോപാലിനെതിരെ പറയുന്നതിന് ഉത്തരവിറങ്ങി. ഡി എയുടെ ഉത്തരവിറങ്ങുമ്പോൾ അതിനകത്ത് ഡി ആറിൻ്റെയും ഞങ്ങളുടെ പഴയതും എല്ലാം കാണും. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡി ആറിൻ്റെ ഉത്തരവിറങ്ങിയല്ലോ. 21 ഡി ആറിനെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? ശമ്പള പരിഷ്കരണം ഡി ആറിനെ കുറിച്ച് ഇനിയിപ്പോൾ നിങ്ങൾ പറയാൻ പോണ ന്യായം ശമ്പള പരിഷ്കരണം വരുമ്പോൾ അപ്പോൾ കാണാം. വീണ്ടും ഇവിടെ ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, ചാനലിലൂടെ ഉണ്ടല്ലോ. ഇനി മറ്റൊരു തമാശ എന്ന് പറഞ്ഞാൽ, ഈ 8 പ്രാവശ്യം 8 ചാൻസ് കൊണ്ടാണ് എന്ത് കൊടുക്കുമെന്ന് പറയുന്നത്, പിന്നെ നമ്മുടെ ഡി എ കൊടുക്കുമെന്ന് പറയുന്നത്. അത് ഏതൊക്കെ വർഷങ്ങളിലാണ്? 2026, 27, 27, 28, 28, 29, 29, 30. എന്നിട്ടോ 4 വർഷത്തിന് ശേഷം പിൻവലിക്കാം. അപ്പോൾ 31, 32, 33, 34 വർഷങ്ങളിൽ പിൻവലിക്കാം. അപ്പോൾ ഇപ്പോൾ എന്തിനാ മാഷെ ഡി എ? സർവീസ് പെൻഷനേഴ്സ് യൂണിയൻകാരും KGOക്കാരും NGO യൂണിയൻകാരും NGO അസോസിയേഷൻകാരും സകല യൂണിയൻകാരും മറുപടി പറയണം. എന്തിനാണ് ഡി എ? അല്ലെങ്കിൽ ഡി എ കൊടുക്കരുത്. ഡി എയും ഡി ആറും നിർത്തലാക്കണം, അങ്ങനെ പറയേണ്ടി വരും. കാരണം എന്തിനാ ഡി എ ഡി ആർ? കാല 6 മാസത്തിലൊരിക്കൽ സംസ്ഥാനത്തും രാജ്യത്തും ഉണ്ടാകുന്ന വില സൂചികയിലെ വ്യത്യാസം വരുന്നതിനനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാന്യമായി ജീവിക്കാൻ അപ്പോഴുള്ള വില സൂചിക കൂടുന്നതിനനുസരിച്ച് അവർക്ക് അവരുടെ ജീവിത നിലവാരത്തെ സോഷ്യൽ സ്റ്റാറ്റസിനടുത്ത് ഉയർത്തിക്കൊണ്ടുപോകാൻ അപ്പോൾ 6 മാസത്തിനകത്ത് കൊടുക്കേണ്ട പൈസയാണ് ഡി എ. 6 മാസത്തിനകത്ത് പ്രഖ്യാപിക്കണം. അതാണ് വർഷത്തിൽ 2 പ്രാവശ്യം വെച്ചിരിക്കുന്നത്. അല്ലെ പിന്നെ ഇത് ഒരു ഇൻസെൻറ്റീവ് പോലെ ആണെങ്കിൽ എപ്പോഴെങ്കിലും കൊടുത്താൽ പോരെ? അല്ല, അതല്ല ഡി എ. ഡി എയുടെ കൺസെപ്റ്റ് തന്നെ കളയുന്നതാണ് ഗവൺമെൻറ് ഉത്തരവ്. PF ലയിപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് തമാശ? PF ലയിപ്പിച്ചതിന് ശേഷം എന്നാൽ ഇതിപ്പോൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ മുതൽ എന്ത് കൊടുക്കേണ്ടി വരും? പിന്നെ ഇൻകം ടാക്സ് കൊടുക്കണ്ടേ? ഇൻകം ടാക്സ് കൊടുക്കണ്ടേ? അതേ 2034 കൊടുത്താൽ മതിയോ? ഇൻകം ടാക്സ് 31 കൊടുത്താൽ മതിയോ? പോരാ. വളരെ ഗുരുതരമായ ഒരു കാര്യം ഇതിനകത്ത് ഡി ആറിൻ്റെത് വന്നിട്ടുമില്ല. ഇനി മറ്റൊരു കാര്യം, അതിന് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നില്ല. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്നലെ 85 വയസ്സ് കഴിഞ്ഞ ഒരു കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിരുന്നു. പ്രിൻസിപ്പളിൻ്റെ സങ്കടം ഇതാണ്. അതിൻ്റെ തലേ ദിവസം ഇന്നലെയാണ് എന്നെ വിളിച്ചത്. അപ്പം മിനിയാന്ന് വേറൊരു സീനിയർ പ്രിൻസിപ്പൾ, മരിച്ചുപോയ ഒരു സീനിയർ പ്രിൻസിപ്പളിൻ്റെ വീട്ടിൽ ഇവർ പോയി. ഇവർ ജൂനിയർ പ്രിൻസിപ്പളിനും എല്ലാം കൂടെ പോയി. ആ മരിച്ചുപോയ സീനിയർ പ്രിൻസിപ്പളിന് 96 വയസ്സുണ്ട്. അദ്ദേഹത്തിന് പെൻഷൻ കിട്ടണതാണ്. ഈ പറഞ്ഞ ഡി എ 8 ഡി എ കിട്ടാനുള്ള ആളാണ്. 96 വയസ്സുണ്ട്, മരിച്ചുപോയി. അവിടെ കൂടിയ സീനിയർ വെറ്ററൻസ് ആയിട്ടുള്ള 80 വയസ്സിന് കൂടുതലുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്നെ വിളിച്ച പ്രിൻസിപ്പാൾ അടക്കമുള്ള ആളുകളുടെ കൂട്ടുകാരെല്ലാം കൂടി സങ്കടപ്പെട്ടിരുന്ന് പറഞ്ഞ മരണ വീടാണ്. അവിടെയും അടക്കമെല്ലാം കഴിഞ്ഞ ശേഷം അവർ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത്, ഇനി ഈ ചേട്ടൻ ഈ പ്രിൻസിപ്പൾ മരിച്ചു പോയി, അദ്ദേഹത്തിന് ഇനിയിപ്പോൾ അദ്ദേഹം ജോലി ചെയ്ത സമയത്തുള്ള ഡി എ കിട്ടുമോ? ഇനി ഡി ആർ കിട്ടുമോ? ഇനി ഞങ്ങൾക്കും ഡി ആർ കിട്ടുമോ? ശരിയാണ്, ഒരു വല്ലാത്ത ചോദ്യമാണ് എന്നോട് ചോദിച്ചത് അദ്ദേഹം. ആ പ്രിൻസിപ്പൾ റിട്ടയർ ആയിട്ടുള്ള 85 വയസ്സായ പ്രിൻസിപ്പൾ എന്നോട് ചോദിച്ചു, സാർ 8 ഗഡുക്കളായി 4 വർഷം കൊണ്ടാണ് ഈ ഗവൺമെൻറ് ഇത് തരുന്നതെങ്കിൽ ഞാൻ 89 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ മാത്രമേ എനിക്കിതിൻ്റെ ആനുകൂല്യം അനുഭവിച്ചിട്ട് പോകാൻ കഴിയൂ, അല്ലെങ്കിൽ എനിക്കിതിൻ്റെ കയ്യിൽ മേടിച്ചിട്ട് എനിക്ക് പോകാൻ കഴിയൂ. ഞാൻ ജോലി ചെയ്തതിൻ്റെ ശമ്പളവും ഡി ആറും, അല്ലെങ്കിൽ എൻ്റെ ഡി എയും പെൻഷനും ഡി ആറും ഒക്കെ ഞാൻ മരിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടെന്ത് കാര്യം? ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയം ഞാൻ നിശബ്ദനായിപ്പോയി. ശരിയാണല്ലോ. അതുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ സർവീസ് സംഘടനകൾ വയ്ക്കേണ്ട ഒരു ഡിമാൻഡും സർക്കാർ അംഗീകരിക്കേണ്ട മറ്റൊരു കാര്യം, ബാലഗോപാലിനോട് ക്ഷമാപൂർവ്വം പറയുന്നു, താങ്കൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, 70 വയസ്സ് 70+ ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ ഡി ആർ പല ഗഡുക്കളായി കൊടുക്കരുത്. ഒന്നിച്ച്
വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കണം. DR പെട്ടെന്ന് കൊടുക്കണം. അത് 8 ഗഡുക്കളൊന്നും ആക്കരുത്, 4 ഗഡുക്കളും 8 ഗഡുക്കളൊന്നും ആക്കരുത്. ഒന്നിച്ച് ഒറ്റ ഗഡുവായി, കാര്യം കുടിശ്ശികയാണ്. കുടിശ്ശിക പ്രഖ്യാപിച്ചാൽ ഒറ്റ ഗഡുവായി 70+കാർക്ക് കൊടുക്കണം. നമ്പർ 2, ക്യാൻസർ പോലുള്ള പാലിയേറ്റീവ് കെയറിൽ കിടക്കുന്ന, പക്ഷാഘാതം കിടക്കുന്ന, അതായത് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന, വെരി സീവിയർ ആയിട്ടുള്ള, ഡൗൺ റോഡൻ ആയിട്ടുള്ള, ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻ്റായിട്ട് കിടക്കുന്നവർക്കും അത് 70+ അല്ലെങ്കിലും 60+ ആയാലും പരിഗണിക്കണം. അപ്പോൾ 2 കൂട്ടരെ പരിഗണിക്കണം. ഒന്ന് 70+കാരക്ക്, ഈ 70 വയസ്സ് കഴിഞ്ഞവർക്ക് അടിയന്തിരമായി DR സമ്പൂർണ്ണമായി തുക കൊടുക്കണം. അതൊരു വളരെ പ്രധാനപ്പെട്ട ഡിമാൻഡാണ്. അതുപോലെ കിടപ്പ് രോഗികൾക്കും, കാരണം അവരെപ്പോഴാണ് മരിച്ചു പോകുന്നത് അറിയില്ല. മരിക്കുന്നതിന് മുമ്പ് അവർക്ക് അവരുടെ കയ്യിലെ പെൻഷൻ വാങ്ങാൻ, അവർക്ക് ഗവൺമെൻറ് അവർക്ക് കാലാകാലങ്ങൾ കൊടുക്കുന്ന അരിയർ വാങ്ങാൻ, അതുകൂടി വാങ്ങിയിട്ട് മരിച്ചു പോകാനുള്ള ഒരവസരം ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മന്ത്രി ചെയ്യണം. ഇതിനു വേണ്ടി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻകാർ, നിങ്ങളൊക്കെ ഈ ഡിമാൻഡൊക്കെയാണ് നിങ്ങൾ വയ്ക്കേണ്ടത്. ഇതൊന്നും വയ്ക്കുന്നതിന് വരെ നിങ്ങൾ ഒന്നിച്ചു കൂടും, ചായ കുടിക്കും, വട കഴിക്കും, പരിപ്പോട കഴിക്കും, ആഗോള ഏതെങ്കിലും ഒരു CPM-ൻ്റെ നേതാവ്, ഇപ്പോൾ സർവീസ് പെൻഷൻ യൂണിയൻകാരാണെങ്കിൽ CPM-ൻ്റെ ഏതെങ്കിലും നേതാവിനെ വിളിക്കും, അദ്ദേഹം വന്നിട്ട് മോഡിയെ കുറേ തെറി പറയും, പിന്നെ ആഗോളവൽക്കരണം, പിന്നെ ലോകത്തുള്ള സകല കാര്യം, സാമ്രാജ്യത്വം, പിന്നെ ഇസ്രായേൽ യുദ്ധം, ഇറാൻ യുദ്ധം, പിന്നെ എന്താണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപിന് 4 തെറി, അങ്ങനെ ആഗോള ഒക്കെ പറയും. പിന്നെ അതിനിടെ പറയും ഉഗാണ്ടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ വലുതായി, കണ്ടില്ല നമുക്ക് രോമാഞ്ചം കൊണ്ടുകൂടെ, ഉടനെ കയ്യടിയായി, അങ്ങോട്ടായി ഇങ്ങോട്ടായി, ഉടനെ മറ്റിടത്ത് വന്ന് വളർന്നു. ഇങ്ങനെ ന്യായങ്ങളൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോണതല്ലാതെ ഇത്തരത്തിലുള്ള കാർഡിനലായ പോയിന്റ്സ്, വളരെ കാർഡിനലായുള്ള പ്രശ്നങ്ങൾ, പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്, സുഭാഷിതൻ ചാനലുമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻകാരെന്ന് പേരെടുത്ത് പറയുമ്പോൾ നിങ്ങൾ ദയവായി സങ്കടപ്പെടരുത്. നിങ്ങളെ പ്രൊവോക്ക് ചെയ്യിക്കുന്നതല്ല, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇത് പ്രവർത്തിക്കണം. നിങ്ങളുടെ ഏത് പ്രശ്നവും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ വഴി പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരും. എന്തായാലും DA സംബന്ധിച്ച് ഇപ്പോൾ പ്രഖ്യാപിച്ചിരുന്ന DA 4 വർഷം കൊണ്ടാണ് 8 ഭാഗങ്ങളായി കിട്ടുന്നത്. പിന്നെ എടുക്കണമെങ്കിൽ വീണ്ടും 4 വർഷം കഴിയണം. അപ്പോൾ ചുരുക്കത്തിൽ 10 വർഷം കഴിഞ്ഞാണ് ഇപ്പോഴുള്ളതിൻ്റെ വിത്ത് എഫക്റ്റ് കിട്ടുന്നത്. 10 വർഷം കഴിഞ്ഞിട്ടാണ്. എന്തിനാണ് അങ്ങനെ ഒരു DA, എന്തിനാണ് അങ്ങനെ ഒരു DR? ശരിക്കും DAയും DR-ഉം 6 മാസത്തിലൊരിക്കൽ കൂടുന്ന വില സൂചികയ്ക്കനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യമാകുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു DR-ഉം DAയും ഗവൺമെൻറ്റുകൾ ആലോചിക്കുക, സർവീസ് സംഘടനകൾ ആലോചിക്കുക. NGO യൂണിയൻകാരും KGOക്കാരും ഒക്കെ വലിയ ആഹ്ലാദ പ്രകടനം നടത്തിയല്ലോ. ഞാൻ പറയുന്നു, നിങ്ങൾ ആഹ്ലാദിപ്പൻ, അർമാദിക്കൻ. പക്ഷേ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിൽ നിന്നാണ് ആഹ്ലാദിക്കുകയും അർമാദിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ KJ വിളിക്കുന്നത്, നിങ്ങളുടെ എന്നെ ഇന്നലെ വിളിച്ച കണ്ണൂരിൽ നിന്ന് വിളിച്ച ആളിനെ പോലെ നിങ്ങൾ അടിമകളാണെങ്കിൽ, രാഷ്ട്രീയ അടിമകളാണെങ്കിൽ നിങ്ങൾ വീണ്ടും KJ വിളിച്ചോളൂ. അല്ല, നിങ്ങൾ സ്വതന്ത്രരാണെങ്കിൽ ആനുകൂല്യങ്ങൾ വാങ്ങാൻ ഉദ്യോഗസ്ഥരോടൊപ്പം, ജീവനക്കാരോടൊപ്പം നിൽക്കുക. ഞങ്ങളെന്നും ജീവനക്കാരോടൊപ്പം.